പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കിടുവാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അല്പസമയം ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമല്ല. നമ്മുടെ ജീവിതത്തിലെ അനേക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമ്മൾ ഇടപെടുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ആത്മബലം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. കഴിഞ്ഞ ദിവസമൊക്കെയും ദൈവം നമുക്ക് ഏറ്റവും നല്ല നിലയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരിക്കലും നമുക്ക് തിരസ്കരിക്കാൻ കഴിയാത്ത നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ പരാജയപ്പെടുത്തുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുന്നതല്ല എന്നുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഓരോ ദിവസവും മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അനേക അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു. കർത്താവിനെയും പരാജയപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ ശുശ്രൂഷയെയും പരാജയപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ധാരാളം വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവ് അതിനെ അതിജീവിച്ചു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും കടന്നു വന്ന ധാരാളം വിഷയങ്ങളെ അഭിമുഖീകരിപ്പാൻ ദൈവം അവരെ സഹായിച്ചു. ദൈവസഭയുടെ പൂർവ്വ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ സഭ എങ്ങനെ മുന്നേറും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട അവസ്ഥകൾ പലപ്പോഴും ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ സഭയ്ക്ക് മുന്നേറുവാൻ കഴിയുമെന്ന് അതേ സഭാപ്രവർത്തനങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിൽ തെളിയിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. നാം ലോകത്തിൽ ആയിരിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിച്ച് നിങ്ങളോട് അല്പസമയം ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി, ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിപ്പിച്ചു. നമുക്കറിയാവുന്ന ഏറ്റവും നല്ല സുവിശേഷത്തിലെ ഒരു ഉപമയുടെ ഭാഗമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഒരു കുടുംബ ചരിത്രമാണ് ആ ഉപമയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ധാരാളം നല്ല ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലളിതമായ ഭാഷയിൽ, ലളിതമായ ശൈലിയിൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ധാരാളം ഉപമകൾ അവതരിപ്പിക്കുകയും ആ ഉപമകൾക്ക് ഇന്നും ലോക അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വേദപുസ്തകം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിച്ച ഭാഗത്ത് പിതാവിനെയും 2 മക്കളെയുമാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. മൂത്ത ഒരു മകൻ, ഇളയ ഒരു മകൻ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇളയ മകന്റെ ജീവിതത്തിൽ അനേക ചിന്തകളും വ്യക്തിപരമായ തീരുമാനങ്ങളും കടന്നു വന്നു. തന്റെ തീരുമാനങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനോ ബുദ്ധി ഉപദേശം തേടുവാനോ ഒട്ടുമേ ആ മകൻ താല്പര്യപ്പെട്ടില്ല. അതുതന്നെയായിരുന്നു ആ മകന്റെ പരാജയം.
അടുത്ത ദിവസങ്ങളിൽ ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ കൊറോണ വൈറസ് എന്ന മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ആ വല്ലാത്ത രോഗത്തിന്റെ അവസ്ഥകൾ ഓരോ കുടുംബങ്ങളിലും ഓരോ രാജ്യങ്ങളിലും അതിന്റെ പ്രതിസന്ധികൾ അലതള്ളിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സമ്പന്നനായ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി തന്റെ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തതുകൊണ്ട് താൻ ആത്മഹത്യക്ക് വിധേയപ്പെട്ടു എന്ന് ധാരാളം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. നല്ലൊരു മനുഷ്യനായിരുന്നുവെന്നും അനേകർക്ക് ഉപകാരിയായിരുന്നുവെന്നും നാടിനെ സ്നേഹിച്ചുവെന്നും താൻ ഏർപ്പെട്ട ഓരോ ഇടങ്ങളിലും ഓരോ വ്യക്തികളോടും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്തു എന്നൊക്കെയുള്ള നല്ല വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് വന്ന സാമ്പത്തിക നഷ്ടങ്ങളും ഇനിയും വരുവാൻ പോകുന്ന പ്രതിസന്ധികളും മനസ്സിലാക്കിയപ്പോൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കും എന്നുള്ള ഭയവും അലട്ടലും തന്നെ ഭരിക്കുകയും ഏറ്റവും ഒടുവിൽ ആത്മഹത്യയാണ് വിഷയത്തിന് പരിഹാരമെന്ന് അദ്ദേഹം ചിന്തിച്ച് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ആ പ്രവണതയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് ചാഞ്ഞുപോയത്. ഞാനിത് പ്രസ്താവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അടുത്ത ദിവസം നമുക്കൊക്കെയും എത്രമാത്രം ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസവുമാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഉടൻ ആ പ്രശ്നത്തിന് പരിഹാരം ഞാൻ ഈ ലോകത്ത് നിന്ന് ആമേ സ്തോത്രം അതെ മാറ്റപ്പെട്ടുകൊള്ള അതിന് ഒരു വഴി കണ്ടുപിടിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മറിച്ച് എന്തു വന്നാലും കർത്താവ് അതിന് പരിഹാരം വരുത്തുന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസമാണ് നമ്മൾ വ്യാപരിക്കേണ്ടത്. നാം വായിച്ച ഉപമ നല്ല ഒരു ഭാവി കരസ്ഥമാക്കി ജീവിക്കേണ്ട നല്ലൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട ഒരു സ്വപ്നം നിറവേറുന്നതിന് വേണ്ടി മാന്യമായ ഒരു കുടുംബത്തിൽ മാന്യമായി ജീവിക്കേണ്ട ചെറുപ്പക്കാരൻ പിതാവുമായിട്ട് സംസാരിച്ച് തനിക്ക് കിട്ടേണ്ട ഷെയർ ആവശ്യപ്പെടുന്നു. അപ്പൻ അല്ലെങ്കിൽ തന്റെ പിതാവ് അത് കൊടുക്കുവാൻ തയ്യാറാകുന്നു. അത് വാങ്ങി ദൂരദേശത്തേക്ക് പോകുന്ന ഒരു ചിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന് 20-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എന്നാൽ ആ മകനോട് ദൈവം ക്ഷമിക്കുവാൻ കഴിയുന്ന അവസ്ഥയിൽ ഇടപെടുമെന്നുള്ള ഒരു ഉപമയിലേക്കാണ് വിഷയങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നത്. അപ്പനോട് വീതം ആവശ്യപ്പെട്ടു. അപ്പൻ മകനെ വീതം വീതിച്ചു കൊടുക്കുന്നു. ലഭിച്ച പണം ദൂരദേശത്തേക്ക് പോയി ദുർവിനിയോഗം ചെയ്ത് നാമാവിശേഷമാക്കി കളഞ്ഞ് തന്റെ പണമെല്ലാം തീരുന്ന അവസ്ഥയാണ് ഉപമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 14-ാം ഭാഗത്തിൽ തനിക്കുണ്ടായിരുന്ന പണമെല്ലാം ചെലവഴിച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു. അതിനുശേഷം മുഴു ദേശത്തെയും ബാധിക്കുന്ന ഒരു ക്ഷാമം വന്നു കയറുകയാണ്. ആ ക്ഷാമത്തിൽ പിടിച്ചു നിൽക്കുവാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞില്ല എന്നുള്ളത് ആ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം തന്നെയാണ്. താഴോട്ട് നമ്മൾ വചനം വായിച്ചു വരുമ്പോൾ അപ്പോൾ അവന് സുബോധം വന്നു എന്ന്
ലൂക്കോസ് 15:17 വാക്യത്തിൽ നാം വായിക്കുന്നു. ഇന്ന് സുബോധം നഷ്ടപ്പെട്ട് അനേകർ ജീവിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടായി സുബോധമില്ലാത്തവനായി എന്നും ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ല. ജീവിതം താളം തെറ്റിപ്പോയെങ്കിലും അവരുടെ ജീവിതത്തിൽ സുബോധം വന്നു. നമ്മുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം ക്ഷാമങ്ങളോ ബുദ്ധിമുട്ടുകളോ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളോ വന്നേക്കാൻ പ്രിയമുള്ളവരെ. അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ ആ വചനം നമ്മെ ജീവിപ്പിക്കും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതിദൂരെ സഞ്ചരിക്കുന്ന ദൈവശക്തിയുടെ മഹത്വമാണ് തിരുവചനം എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന്റെ വചനം അതിവേഗം ഓടിപ്പോകുന്നു. ദൈവത്തിന്റെ വചനം ചില വിഷയങ്ങളെ ഉരുക്കിക്കളയുന്നു എന്ന തിരുവഴുത്ത് നാം വായിക്കും. ന്യായമായി ലഭിക്കേണ്ട വിഹിതമൊക്കെ വാങ്ങി ദൂരദേശത്തേക്ക് പോയെങ്കിലും ദൈവം സ്റ്റോപ്പ് ഇട്ടപ്പോൾ പിന്നെ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കുവാൻ കഴിയാത്ത അവസ്ഥ ആ മകന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് ആ മകന് സുബോധമാണ്. ഇന്ന് ദൈവജനത്തിന്റെ ഇടയിൽ തന്നെ സുബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണ്, ഒരിക്കൽ സ്നാനപ്പെട്ടവരാണ്, സഭായോഗത്തിൽ പങ്കെടുത്തവരാണ്, ദൈവകൃപ പ്രാപിച്ചവരാണ്, ദൈവമഹത്വം കണ്ടവരാണ്, ദൈവം നൽകിയ സൗഖ്യങ്ങൾ അത് കണ്ടവരാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും കഴിഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ സുബോധം നഷ്ടപ്പെട്ട് അപ്പന്റെ ഭവനത്തിൽ നിന്നും സന്തോഷമായി ആത്മീയമായിട്ട് ജീവിച്ച അവസ്ഥയിൽ നിന്നും അത് വ്യതിചലിച്ചു പോയ അവസ്ഥകൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോകാതെ, നിങ്ങളുടെ ജീവിതം നശിച്ചു പോകാതെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഭംഗം വരാതെ ആ മകൻ മടങ്ങി വരുവന് വേണ്ടി സുബോധത്തിന്റെ ആത്മാവ് തന്നിൽ വ്യാപരിച്ചതുപോലെ ഈ വചനം കേൾക്കുമ്പോൾ സുബോധത്തിന്റെ ആത്മാവ് അനേകരും വ്യാപരിച്ചിട്ട് ഒരു മടങ്ങി വരു വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ ഉൾക്കൊള്ളുവാൻ പിതാവ് തയ്യാറായതുപോലെ നമ്മുടെ ദൈവവും നമ്മളെ ഉൾക്കൊള്ളുവാൻ തയ്യാറാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കോടെ ലോകത്തെ സ്നേഹിച്ച സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. പാപിയായ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇരുണ്ട യുഗം തന്നെയാണ്. ആ ഇരുണ്ട അവസ്ഥയെ മാറ്റിയെടുത്ത് ഉദ്ധരിപ്പാൻ കരുത്തുള്ള ദൈവമാണ് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും മഹാപരിശുദ്ധനുമായ ദൈവം. ദൈവം ഒരു വഴി അടച്ചാൽ ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. ദൈവം ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ദൈവം സൗഖ്യം തന്നാൽ ആ സൗഖ്യത്തെ ഇല്ലാതാക്കുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിങ്കിലേക്കുള്ള ഒരു അടുപ്പമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും അതാണ് നമ്മളെ വിജയത്തിൽ എത്തിക്കുന്നത് എന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും തിരിച്ചറിയണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. മുഴുദേശത്തെയും ബാധിക്കുന്ന ഒരു ക്ഷാമം വന്നു കയറി. അതുകൊണ്ട് ജീവിതം മുൻപോട്ട് പോകാൻ ഒക്കത്തില്ല എന്ന് മനസ്സിലാക്കി ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാനല്ല തീരുമാനിച്ചത്, മറിച്ച് തന്റെ സ്വഭവനത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവെന്നും അവിടെ ചെല്ലുന്നതായിരിക്കും ഉചിതമെന്ന് ആഴമായി ചിന്തിച്ച് എടുത്ത ആ നല്ല തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നുള്ള ഒരു നല്ല തീരുമാനം ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള ഒരു വീട്ടിലായിരുന്നു ഉപമയിൽ പറയുന്ന യൗവനക്കാരൻ ജീവിച്ചത് എന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ തന്റെ സ്വത്തൊക്കെ വാങ്ങി അന്യദേശത്തേക്ക് പോയി. തന്റെ പണമെല്ലാം തീർന്നപ്പോൾ ആ ദേശത്തിലെ നിന്ദ്യമായ
ഏറ്റവും യോഗ്യമല്ലാത്ത ഒരു ജോലിയാണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത്. നമുക്കറിയാവുന്ന വിഷയമാണ് പന്നികളെ മേയിക്കുന്ന ജോലി. അക്കാലത്ത് ഏറ്റവും ഹീനമായ ഒരു ജോലിയായിരുന്നു പന്നിയെ മേയിക്കുന്ന ജോലി. മാത്രമല്ല, ദേശത്തിലെ ക്ഷാമവും തന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് നിമിത്തം പന്നികൾക്ക് കൊടുക്കുന്ന തീറ്റ, വാളവര എന്ന് പറയുന്ന ആ തീറ്റ കഴിക്കേണ്ട അവസ്ഥകൾ തന്റെ ജീവിതത്തിൽ വന്നു. അക്കാലത്ത് അതെ, പയറിന്റെ മറ്റു ഉമി പന്നികൾക്കും മറ്റും കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ദരിദ്രന്മാരുടെ ആഹാരം കൂടിയായിരുന്നു എന്ന് ചില ചരിത്രരേഖകളിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും തരംതാണ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയും തന്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ അവന് സുബോധം വന്നു. തന്റെ അപ്പന്റെ വീട്ടിൽ അല്ലെങ്കിൽ സ്വഭവനത്തിൽ ധാരാളം ജോലിക്കാരുണ്ട്. അവർ ഉല്ലാസത്തോടും ജോലി ചെയ്ത് അധ്വാനിച്ച് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ തരംതാണ ജോലി ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്റെ സ്വഭവനത്തിലേക്ക്, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാൻ താൻ തീരുമാനിച്ചു. നല്ല തീരുമാനങ്ങൾ നാം എടുക്കുമ്പോൾ അതിൽ കൂടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ട കാര്യം തന്നെയാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ട് നല്ലൊരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെട്ടാൽ ആ നല്ല തീരുമാനത്തിലൂടെ നിശ്ചയമായിട്ടും ദൈവം പ്രവർത്തിക്കും. അവന് സുബോധം വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ മടങ്ങി വരത്തില്ലായിരുന്നു. അവന് സുബോധം വന്നതുകൊണ്ട് അവൻ മടങ്ങി വരുവാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ താല്പര്യപ്പെട്ട് മടങ്ങി വന്ന ആ മകനെ ഉൾക്കൊള്ളുവാൻ ഹൃദയത്തുടുപ്പുള്ള അപ്പൻ ഹൃദയംഗമായ സ്നേഹം വെളിപ്പെടുത്തി. അപ്പൻ ദൂരത്തു നിന്ന് ആ മകനെ കാണുകയും തന്റെ കണ്ട മാത്രം തന്നെ ആ സ്നേഹത്തിന്റെ ആ സ്പർശനം വ്യാപരിക്കുകയും മകനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയും സ്നേഹപ്രകടനം ചെയ്യുകയും ചെയ്ത് ആ മകനെ ഉൾക്കൊള്ളുവാനായിട്ട് പിതാവ് ഏറ്റവും അധികം മനസ്സ് കാണിച്ചു. അത് ലൂക്കോസിന്റെ സുവിശേഷ ഉപമയിലെ വളരെ പ്രസക്തമായ ഭാഗം തന്നെയാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ നാം താല്പര്യപ്പെടുന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന, നമുക്ക് പരിഹരിപ്പാൻ കഴിയാത്ത വിഷയത്തിന്റെ പരിഹാരം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി നമ്മെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് ദൈവവചനത്തിലെ കാതലായ വിഷയം തന്നെയാണ്. പിതാവ് പറയുന്ന കാര്യമുണ്ട്, എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങിയെന്ന് ലൂക്കോസ് 15:24 വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ, നിരാശകളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും വിമ്മിഷ്ടങ്ങളും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സംജാതമായിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിന് ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കുവാൻ നാം തീരുമാനിക്കുമെങ്കിൽ, അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുമെങ്കിൽ, നിശ്ചയമായിട്ടും നാം ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവം ഒരു പരിഹാരം വരുത്തും. നാം ചിന്തിക്കുന്ന വിധത്തിലായിരിക്കത്തില്ല, നാം ഉദ്ദേശിക്കുന്ന വിധത്തിലായിരിക്കത്തില്ല. ദൈവം തീരുമാനിക്കുന്ന വിധത്തിൽ ഒരു പരിഹാരം ദൈവം നമ്മുടെ വിഷയത്തിന് വേണ്ടി ഒരുക്കി തരും. പ്രിയപ്പെട്ടവരെ, എത്രയോ കഷ്ടതകൾ ദൈവം മാറ്റിത്തന്നു, എത്രയോ പ്രയാസങ്ങൾ ദൈവം മാറ്റിത്തന്നു, എത്രയോ ജീവിതത്തിന്റെ പ്രതിസന്ധിക്ക് ദൈവം പരിഹാരം വരുത്തി നമ്മോട് കടാക്ഷം കാണിച്ചതെങ്കിൽ അടുത്ത ദിവസം എന്ത് സംഭവിക്കും എന്നോർത്ത് നിരാശപ്പെട്ട് ഒരു മൂലയിൽ ഒതുങ്ങിപ്പോകാതെ വണ്ണം വിളിച്ചതെങ്കിൽ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് നാം മുൻപോട്ട് നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പാപം ചെയ്തു എന്നുള്ള ബോധം ആ യൗവനക്കാരനുണ്ടായി. ആരോടാണ് പാപം ചെയ്തത് എന്ന് തിരിച്ചറിയുവാൻ തനിക്ക് സാധിച്ചു.
അടുത്തതായിട്ട് സംഭവിച്ചത് പാപത്തിന്റെ ഒരു ഏറ്റുപറച്ചിൽ. അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇന്നത്തെ കൊറോണ വൈറസ് എന്ന വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുകൾ മാറുവാൻ അനേകം ആഗ്രഹിക്കുകയാണ്. അനേക മാധ്യമങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉന്നതമായ രാജ്യങ്ങളിൽ, പൊതുസ്ഥലങ്ങളിലും, സ്തോത്രം, പൊതുവായിട്ടുള്ള അനേക ഇടങ്ങളിലും ഈ വിപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പോലും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ധാരാളം പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ വിശ്വസിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ നാം അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകുവാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുമ്പോൾ ഈ മകനും സുബോധം വന്നിട്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, തന്റെ പരാജയം കൊണ്ട് സംഭവിച്ചത് അതേ ദൈവസന്നിധിയിൽ അത് അനുദപിച്ചും ദൈവത്തിന് സമർപ്പിച്ചും പരിഹാരം കണ്ടെത്തുവാൻ ആഗ്രഹിച്ചു. ആ പിതാവിന്റെ അടുക്കലേക്ക് ചെന്ന് തന്റെ തെറ്റുകൾ അതേ വ്യക്തമായിട്ട് പിതാവിനെ അറിയിച്ച് ആ പാപത്തിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും മോചനം പ്രാപിച്ച് നല്ല വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ താല്പര്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ മാറുമോ? ഇന്നത്തെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ആരും ഭാരപ്പെടേണ്ട. ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്തുണ്ടെന്നുള്ളത് സത്യമാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന് വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മെ സഹായിപ്പാൻ കഴിയുമെന്നുള്ളത് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം തന്നെയാണ്. വേലക്കാരിൽ ഒരുവനെ പോലെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ആ മകന്റെ ജീവിതത്തിൽ ഉണ്ടായ മാനസാന്തരത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. യാചകന്റെ വേഷത്തിൽ ഭവനത്തിലേക്ക് വന്ന മകനെ അപ്പം തിരിച്ചറിഞ്ഞു. നമുക്കറിയാം, തന്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് പോയി. ആ ദൂരദേശത്ത് തിരിച്ചു വന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച ഭക്ഷണത്തിന് പോലും വേണ്ടത്ര ഭദ്രതയില്ലാതെ ജീവിച്ച ആ മകൻ തിരിച്ചു വരുമ്പോൾ ഒരു യാചകന്റെ അവസ്ഥയിലാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അത് അപ്പൻ തിരിച്ചറിഞ്ഞ് അവനെ സഹായിച്ചു. അവന് വേണ്ടി വിരുന്നൊരുക്കി, അവന് വേണ്ടി സൽക്കാരമൊരുക്കി, അവന് വേണ്ടി അറക്കേണ്ട മൃഗത്തെ അറുത്തു, അവനെ അണിയിക്കേണ്ട വസ്ത്രം അവനെ അണിയിച്ചു, അവന്റെ കാലിൽ ഇടേണ്ട ചെരുപ്പ് അവനെ ഇടിയിച്ചു, അവന് കൊടുക്കേണ്ട അവകാശങ്ങൾ അവന് കൊടുത്തു. അവൻ ചില നഷ്ടപ്പെടുത്തിയെങ്കിലും അപ്പൻ അതൊന്നും ഓർക്കാതെ വേണം വീണ്ടും അവകാശങ്ങളും അവന് അർഹമായ കാര്യങ്ങൾ കൊടുത്ത് അവനെ സ്വീകരിക്കുവാൻ തയ്യാറായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലോകത്തിനുണ്ടായ പ്രതിസന്ധികൾ അങ്ങനെ ഒറ്റ ദിവസം ഉണ്ടായതിന് പ്രതിസന്ധിയല്ല. ലോകത്തിലെ പാപം, ലോകത്തിന്റെ അവസ്ഥകൾ, അവയെ ദൈവത്തോട് കാണിക്കുന്ന വഞ്ചന, ദൈവത്തോട് കാണിക്കുന്ന അനീതി, ദൈവത്തിൽ കാണിക്കുന്ന അവിശ്വസ്തത, ഇതൊക്കെ ദൈവം തിരിച്ചറിഞ്ഞപ്പോൾ ആമേ സ്തോത്രം, ലോകത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ദൈവം ചിന്തിച്ചു. ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആമേ സകലത്തിന്റെയും കാരണഭൂതനായ ദൈവത്തിന് ആമേ സ്തോത്രം ചിലത് ചെയ്യുവാൻ കഴിയും. അത് ദൈവം ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം അത് നാം ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, ലോകം ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ഉണ്ടാകും. അത് നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും തന്നെയാണ്. ആ മകനെ നിലയെങ്കി ധരിപ്പിച്ചു. അവന്റെ കയ്യിൽ ആമേ സ്തോത്രം അവകാശമായി അത് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ അവന് കൊടുത്ത് അവനെ സ്വീകരിക്കുവാൻ പിതാവ് തയ്യാറായ ചരിത്രം അവന്റെ ജീവിതത്തിന്റെ
ചരിത്രം മാറ്റുന്ന ഒരു വിഷയമായിട്ട് നിലകൊള്ളുകയാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകളെ ചുരുക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഈ വചനത്തിൽ കൂടെ പ്രധാനമായി ആഗ്രഹിക്കുന്നത്, എവിടെയോ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി കുറവുകൾ സംഭവിച്ച അവസ്ഥകളും ദൈവത്തിൽ നാം കാണിച്ച അവിശ്വസ്തതകളും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥകളും ഉറവിടങ്ങളും തിരിച്ചറിഞ്ഞിട്ട് മടങ്ങി വരുവാൻ നാം താല്പര്യപ്പെട്ടാൽ അപ്പൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാൻ റെഡിയായി നിൽക്കുകയാണ്. നമ്മളെ സ്വീകരിക്കുവാൻ, നമ്മളെ ഉൾക്കൊള്ളുവാൻ, നമ്മളെ ആലിംഗനം ചെയ്യുവാൻ, നമ്മളെ സമാധാനിപ്പിക്കുവാൻ, നമുക്ക് സ്വസ്ഥത നൽകുവാൻ, നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നാം തളർന്നു പോകാതെ, നാം കുലുങ്ങിപ്പോകാതെ, നാം ആടിപ്പോകാതെ, നാം വഴുതിപ്പോകാതെ നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വിലയേറിയ ബലം നമ്മൾ വ്യാപരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളെ വല്ലാതെ ദിവസങ്ങളായി, മണിക്കൂറുകളായി, ആഴ്ചകളായി അത് ബുദ്ധിമുട്ടിച്ച് അസ്വസ്ഥപ്പെടുത്തി അത് നെടുവീർപ്പിട്ട് ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ മറുപടി നൽകി നിങ്ങളെ സഹായിപ്പാൻ അവൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ പ്രത്യേക സമയത്ത് ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. പക്ഷെ ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവാൻ ആവശ്യപ്പെട്ടപ്പോൾ, വെട്ടേണ്ടവർ കുഴി വെട്ടിയപ്പോൾ ആ കുഴിക്കകത്ത് വെള്ളം നിറയ്ക്കുവാനും അവരുടെ ദാഹം തീർക്കുവാനും അവരനുഭവിച്ച ബുദ്ധിമുട്ടിന്റെ പരിഹാരം വരുത്തുവാനും ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ നാം താല്പര്യപ്പെട്ടാൽ ദൈവ സാന്നിധ്യം, ദൈവകൃപ, ദൈവത്തിന്റെ മഹത്വം നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇറങ്ങി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ട്. എന്നാൽ ദൈവം പ്രസാദിച്ച വിഷയത്തിന്മേൽ ദൈവത്തിന്റെ മറുപടി ദൈവം തീർച്ചയായിട്ടും വഹിക്കും. അനേക പ്രിയപ്പെട്ടവർ കഷ്ടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്നു. നാം പ്രാർത്ഥിച്ചപ്പോൾ അനേകരെ ദൈവം ബലപ്പെടുത്തി, അനേകരെ ദൈവം സൗഖ്യമാക്കി, അനേക വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തി, മരണത്തിലുള്ള നീക്കുപോക്കുകൾ അവയെ നൽകി അനേകരെ ദൈവം സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്തു. വീണ്ടും പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. ഞാൻ സകലജടത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നമുക്ക് വേണ്ടി അവൻ വഴി നടത്തുവാൻ, നമ്മുടെ വിഷയത്തിന്മേൽ അവൻ ദൈവപ്രവൃത്തി അയച്ച് നമ്മെ വിടുവിക്കുവാൻ സർവകൃപാലുവായ ദൈവത്തിന് കഴിയും എന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, വാക്കുകളെ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. അതിന് നമുക്ക് ബലവും ശക്തിയും അവിടുത്തെ അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയട്ടെ. എല്ലാവർക്കും വിശേഷ ഞാൻ ദൈവസ്നേഹത്തിൽ നന്ദി പറയുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൊറോണ വൈറസ് എന്ന വല്ലാത്ത പ്രയാസത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവര് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുണ്ടല്ലോ, അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം രക്ഷിക്കപ്പെടുവാൻ, അനേകം സത്യദൈവത്തെ അറിയുവാൻ, അനേകം നിത്യതയ്ക്കായി ഒരുക്കപ്പെടുവാൻ ദൈവം ഇടവരുത്തുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ലോക രാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെല്ലാം രാജ്യങ്ങളിൽ ആരെല്ലാം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, അവർക്കെല്ലാവർക്കും കൂടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത പ്രകാരം ഹല്ലേലൂയ അവിടുത്തെ സമയത്ത് മടങ്ങി വരുവാനുള്ള അവസരങ്ങളും വഴികളും ദൈവം തുറക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവത്തിന് വഴി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നിങ്ങളെല്ലാവരും സർവശക്തനാധികം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.